ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓർഗാനിക് ഹെന്ന ബിസിനസ് ചെയ്യുന്ന ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള സീരീസിൻ്റെ മൂന്നാമത്തെ പാർട്ടാണ്. അപ്പോൾ കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ ഓൾറെഡി എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നതെന്ന് കണ്ടു, എന്തൊക്കെ ടൂൾസാണ് യൂസ് ചെയ്യേണ്ടതെന്ന് കണ്ടു. ഇന്ന് നമ്മൾ ഓർഗാനിക് ഹെന്ന കോൺ എങ്ങനെ ആക്കി എടുക്കാം എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ബാക്കി 2 വീഡിയോയും കണ്ടില്ല എന്നുണ്ടെങ്കിൽ അത് കാണണം. എസ്പെഷ്യലി നമ്മൾ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് മാത്രമുള്ള സീരീസാണ്. എങ്ങനെയാണ് ഹെന്ന കോൺ ഉണ്ടാക്കുന്നതും എങ്ങനെയാണത് സെല്ല് ചെയ്യാം അതൊക്കെയാണ് നമ്മൾ ഈ സീരീസിലൂടെ പറയുന്നത്, ഓരോ പാർട്ടായിട്ട്. അപ്പോൾ ബാക്കിയുള്ളത് കാണാത്തവർ എല്ലാവരും കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇനി നമുക്ക് കോൺ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ കോണൊന്ന് റോൾ ചെയ്യണം കേട്ടോ. ഇത് റോൾ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ ബിഗിനേഴ്സ് കിറ്റ് കിട്ടുമ്പോൾ ഇതേപോലത്തെ 14 പ്ലെയിൻ ഷീറ്റും ഇതേപോലെ ഒരു സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു റോൾ ചെയ്തിട്ടുള്ള ഒരു കോൺ വെച്ചിട്ടുണ്ടാവും. പിന്നെ ബാക്കി പ്ലെയിൻ ഷീറ്റും 14 ഓക്കെ. അപ്പോൾ ഇതാണ് ഈ ഷീറ്റ്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് റോൾ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ശരിക്കും ശ്രദ്ധിച്ച് കണ്ടോളൂ കേട്ടോ. ഇങ്ങനത്തെ ഒരു ഷീറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു കാൽ ഭാഗം വിട്ടിട്ട് അവിടെ ഇങ്ങനെ നമ്മുടെ ഈ വിരൽ പിടിക്കുക, കണ്ടില്ലേ? എന്നിട്ട് ഈ ഇവിടെ നിന്ന് ഇങ്ങനെ റോൾ ചെയ്ത് പതുക്കെ ഉള്ളിലോട്ട് റോൾ ചെയ്ത് കൊണ്ടുവരാം. ഇതിവിടെ നിന്ന് വിടരുത്, ഈ വിരൽ ഇവിടുത്തെ വിടരുത് കേട്ടോ. ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്നാലും ഇത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിലാവും. ഓക്കെ, ഇങ്ങനെ റോൾ ചെയ്ത് കൊണ്ടുപോവുക, കണ്ടില്ലേ? ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇതേപോലൊരു മുട്ടുപിന്ന് ഉണ്ടെങ്കിൽ, ഒരു മുട്ട് സൂചി ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ ഒരു ഹോൾ ഉണ്ടാവും, ഈ ചെറിയൊരു ഹോൾ ഉണ്ടാവും. അതിൻ്റെ ഉള്ളിലോട്ട് ഇറക്കി കൊടുക്കുക, കണ്ടില്ലേ? എന്നിട്ട് ഇവിടെ ഇങ്ങനെ നല്ല ടൈറ്റാക്കി പിടിച്ചിട്ട് ഈ കോൺ ഇങ്ങനെ റോൾ ചെയ്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. സംഭവം ഇവിടെ എപ്പോഴും ഇവിടെ ടൈറ്റ് ആയിരിക്കണം. ആ ടൈറ്റ് ആകുന്നിടം വരെ നമ്മളിങ്ങനെ കോൺ റോൾ ചെയ്യണം. ഈ ഉള്ളിലത്തെ ഈ പീസ് ഇങ്ങോട്ട് വലിച്ച് കോൺ നന്നായിട്ട് റോൾ ചെയ്യുക. ഇവിടെ നല്ല ടൈറ്റാക്കുക, ഈ ഒരു പാർട്ട് നല്ല ടൈറ്റാക്കുക, കണ്ടോ? ഇതേപോലെ ഇതിന്നെ ടൈറ്റ് ആയോന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പിടിച്ചിട്ട് ഇതിങ്ങനെ ഒന്ന് ഇതാക്കി നോക്കണം. കണ്ടോ? ഇപ്പോൾ ടൈറ്റ് ആയിട്ടില്ല, അതുകൊണ്ടാണ് ഈ സംഭവം ഊരി പോകുന്നത്, ഈ പിന്ന് ഊരി പോകുന്നത്. അപ്പോൾ ഈ പിന്ന് ഊരി പോകരുത്, ഇക്കരാക്കുമ്പോൾ പിന്ന് ഊരി പോകരുത്, അതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഒന്നും കൂടി നമുക്ക് ടൈറ്റ് ആക്കാണ്ട് കേട്ടോ. ടൈറ്റ് ആക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഉള്ളിലത്തെ പീസ് പിന്നെയും കുറച്ചും കൂടി പുറകോട്ട് വലിക്കുക. അപ്പോൾ അതനുസരിച്ച് ഇവിടെ ഇങ്ങനെ ടൈറ്റായി വരുന്ന പോലെ തോന്നും. കണ്ടോ? ഇപ്പോൾ ഇങ്ങനെ ആക്കുമ്പോൾ ഒരിക്കലും ഇത് പിന്ന് പോകരുത്, പിന്ന് ഊരി പോകരുത്, കുറച്ച് ടൈറ്റായിട്ടിരിക്കണം. അപ്പോൾ ഓരോരുത്തരും കോൺ റോൾ ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ ഇത്രയും നീളം ഉണ്ടാവണമെന്നില്ല. അത് നിങ്ങൾ കുറച്ച് ചെയ്ത് വരുമ്പോൾ ഏകദേശം ഒരേ സൈസായി വന്നോളും. ആദ്യം ആകുമ്പോൾ ചിലപ്പോൾ പല സൈസ് വരും, അത് പ്രശ്നമാക്കണ്ട. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ ഒരു ചെറിയ ഓപ്പണിംഗ് ഇല്ലേ, ആ ഓപ്പണിങ്ങിൻ്റെ അവിടെ നമ്മളൊന്ന് സെല്ലോ ടേപ്പ് ഒഴിച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് ഇതേപോലെ പതുക്കെ ഇങ്ങനെ തിരിക്കുക. പതുക്കെ തിരിച്ച് ഈ സെല്ലോ ടേപ്പ് ഫുള്ളായിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് വൃത്തിക്ക് ഒട്ടിക്കുക. ഉണ്ടല്ലേ? ഇപ്പോൾ ഇവിടെ സെല്ലോ ടേപ്പ് ഉണ്ടെന്ന് തന്നെ അറിയില്ല, നല്ല സീലായിട്ട് ഇരിപ്പുണ്ട്. ഇങ്ങനെ റോൾ ചെയ്യുമ്പോൾ ഇവിടുത്തെ ഒരു പോർഷനില്ലേ, ഈ പോർഷനും കൂടെ, ഈ ഭാഗവും കൂടെ നമുക്കൊന്ന് സെല്ലോ ടേപ്പ് വെച്ച് ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. ഇവിടെയും കൂടെ ഒന്ന് ജസ്റ്റ് ഒട്ടിച്ച് കൊടുക്കാം. എന്താ ഈ പിന്ന് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ, അടുത്ത കോണ് റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമല്ലോ എങ്ങനെയാണ് കോൺ റോൾ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇനി ബുദ്ധിമുട്ടുള്ളവർ ഒന്നും കൂടെ ഒന്ന് കണ്ടു നോക്കുക. 2-3 പ്രാവശ്യം കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അതേപോലെ തന്നെ ഈ ബാക്കിയുള്ള ഷീറ്റ് കൊണ്ട് ആദ്യം തന്നെ നമ്മൾ കോൺസ് റോൾ ചെയ്യാൻ പഠിക്കുക കേട്ടോ. കോൺസ് റോൾ ചെയ്ത് അത് പഠിച്ച ശേഷം മാത്രം മതി നമുക്ക് ഫില്ലിങ്ങും സീലിങ്ങും ഒക്കെ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഓൾറെഡി പൈപ്പിംഗ് ബാഗിലാക്കി വെച്ച പേസ്റ്റ് നമുക്ക് കോൺസിൽ ഫില്ല് ചെയ്യണം. അപ്പോൾ ഓൾറെഡി നമ്മൾ മിക്സിങ്ങിൻ്റെ വീഡിയോയും ഈ പൈപ്പിംഗ് ബാഗിൽ എങ്ങനെ ആക്കുന്നതെന്നൊക്കെ ഉള്ള വീഡിയോ ഓൾറെഡി ഇതിന് തൊട്ട് മുന്നേ ഉള്ള പാർട്ടിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ കാണണം. അപ്പോൾ ഇനി നമുക്ക് ഫില്ല് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഈ പൈപ്പിംഗ് ബാഗിൻ്റെ ടിപ്പിൽ ചെറിയൊരു ഓപ്പണിംഗ് ഇടണം. അപ്പോൾ അതിനുശേഷം നമ്മുടെ ഈ കോണിലോട്ട് മാക്സിമം ഈ പൈപ്പിംഗ് ബാഗ് ഇറക്കി വയ്ക്കാൻ നോക്കുക. എന്നിട്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്തിട്ട് പേസ്റ്റ് ഫില്ല് ചെയ്താൽ മതി. ഫില്ല് ചെയ്യുന്നതോടുകൂടി പൈപ്പിംഗ് ബാഗ് പുറകോട്ട് വലിച്ചെടുക്കണം കേട്ടോ, മുകളിലോട്ട് വലിച്ചെടുക്കണം. എന്നാലാണ് കറക്റ്റായിട്ട് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റുന്നത്.
അപ്പോൾ നമുക്കിനി ചെറുതായിട്ട് ഇവിടെ ഒന്ന് ഒരു കട്ട് കൊടുക്കാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ടിപ്പിലുള്ള പേസ്റ്റ് ഒന്ന് ബാക്കിലോട്ട് ആക്കി കൊടുത്തിട്ട് കട്ട് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങളുടെ അടുത്തൊരു ബൗളോ എന്തെങ്കിലും വെക്കുക. കാരണം നമ്മൾ ഓരോ ഇത് ഫില്ല് ചെയ്ത് കഴിയുമ്പോഴും നമുക്ക് ഈ പൈപ്പിംഗ് ബാഗ് എടുത്ത് വെക്കണം. അപ്പം നമ്മൾ വർക്ക് ചെയ്യുന്ന ടേബിളൊന്നും അധികം മെസ്സപ്പ് ആവില്ല. പിന്നെ അതേപോലെ തന്നെ ഒരു ടിഷ്യൂ പേപ്പറും എടുത്ത് വെക്കുക, അല്ലെങ്കിൽ തുണിയോ എന്തെങ്കിലും എടുത്ത് വെക്കുക. ജസ്റ്റ് നമുക്ക് കയ്യിലും കോണിലൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്കൊന്ന് തുടയ്ക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇത് ഫില്ല് ചെയ്യാം, കോണിലോട്ടൊന്ന് ഫില്ല് ചെയ്യാം. അപ്പോൾ കോണിൻ്റെ ഉള്ളിലോട്ട് മാക്സിമം ഇറക്കി കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്താൽ മതി ഈ പൈപ്പിംഗ് ബാഗ്, കാരണം നല്ല പ്രഷറിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതേപോലെ നമ്മൾ പൈപ്പിംഗ് ബാഗ് പ്രസ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ കോണിൻ്റെ ഓപ്പണിങ്ങിൻ്റെ അവിടെയും ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്തിനാന്ന് വെച്ചാൽ നല്ല സ്മൂത്തായിട്ട് എയർ ബബിൾസ് ഒന്നും ഇല്ലാതെ പേസ്റ്റ് ടിപ്പ് വരെ എത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മൾ താഴെ ആ ടിപ്പ് വരെ എത്തിക്കുക. നിങ്ങൾക്ക് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. പിന്നെ ഇനി നമുക്ക് നമ്മൾ ഓൾറെഡി ഫില്ല് ചെയ്ത പേസ്റ്റ് എത്ര ഗ്രാം ഉണ്ടെന്ന് നോക്കണം. സാധാരണയായിട്ട് ഒരു നോർമൽ കോണിൽ നമ്മൾ 25 to 27 ഗ്രാംസാണ് നമ്മൾ നിറയ്ക്കുന്നത്. അപ്പോൾ ഇപ്പോൾ 22 ആയിട്ടുള്ളൂ. അതുകൊണ്ട് എന്തായാലും വെയിങ് മെഷീൻ നിങ്ങൾക്ക് വേണം കേട്ടോ. നമ്മൾ ഓൾറെഡി ടൂൾസിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എന്തൊക്കെ ടൂൾസാണ് വേണ്ടതെന്ന്, അപ്പോൾ അതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇത് 22 ഉള്ളൂ. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 25 ഒക്കെ ആക്കണം. അപ്പം അതും കൂടി നിറയ്ക്കാം, എന്നിട്ട് നമുക്ക് നോക്കാം. ഇതിപ്പോൾ 24 ആയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം 27, ചിലർ 30 വരെ നിറയ്ക്കുന്നവരുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇനി ഓരോ പ്രാവശ്യം ഇങ്ങനെ നിറച്ച് നമ്മൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കണം എത്രയായി വെയിറ്റ് എന്നുള്ളത്. അപ്പോൾ 26 ഉണ്ട്, 26 ഓക്കെയാണ്. 25 to 27 അങ്ങനെ ആ രീതിയിലാണ് ഞാൻ നിറയ്ക്കാറ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതേപോലെ ഓരോ കോണും ഫില്ല് ചെയ്ത ശേഷം നമുക്ക് ഈ കോൺ ഹോൾഡറിലൊന്ന് വെക്കാം. കോൺ ഹോൾഡർ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് ഏതെങ്കിലും ഗ്ലാസ്സിലോ എവിടെയെങ്കിലും വെച്ചാൽ മതി. ഇതെന്തിനാണ് ഞാനിങ്ങനെ വെക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് എളുപ്പമായിരിക്കും. സാധാരണ ഞാൻ ഇങ്ങനെ ഫില്ല് ചെയ്ത ശേഷം എല്ലാം കൂടെ ഒരുമിച്ച് ഫില്ല് ചെയ്ത ശേഷം ലാസ്റ്റാണ് നമ്മൾ സീൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാം തന്നെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം 13 കോൺസാണ് ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ചിലതിനകത്ത് 27 ഗ്രാം ഉണ്ട്, ചിലതിനകത്ത് 25, 26 അങ്ങനെ പല അളവാണ് കേട്ടോ. 25 to 27 ആണ് ഞാൻ നിറച്ചിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്കിത് സീൽ ചെയ്യണം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇനി ഒരു കോൺ എങ്ങനെയാണ് സീൽ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് സെല്ലോ ടേപ്പ് എടുക്കാം. അപ്പോൾ സെല്ലോ ടേപ്പ് ഈ ഡിസ്പെൻസർ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ എടുക്കാം കേട്ടോ, അല്ലെങ്കിൽ മുറിച്ചെടുക്കാനൊക്കെ കുറച്ച് പാടായിരിക്കും. അപ്പോൾ നമ്മൾ ഈ കോണ് നമ്മൾ ഫേസ് ചെയ്യുന്ന രീതിയിൽ, ഈ ട്രയാങ്കിൾ നമ്മൾ ഫേസ് ചെയ്യുന്ന രീതിയിൽ വെക്കുക. എന്നിട്ട് ഈ ഒരു ഓപ്പണിംഗ് ഇല്ലേ, ആ ഓപ്പണിങ്ങിൻ്റെ അവിടെ ആദ്യം നമ്മളതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക ഒരു സെല്ലോ ടേപ്പ് വെച്ചിട്ട്. അതിന് ശേഷം നമ്മൾ ആ മെയിൻ ഓപ്പണിംഗ് ഇല്ലേ, കോണിൻ്റെ മെയിൻ ഓപ്പണിങ്, അതും കൂടെ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. അത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ പേസ്റ്റ് പുറത്തോട്ട് അധികം പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ നമ്മൾ നല്ല ടൈറ്റായിട്ട് ഫില്ല് ചെയ്യുമ്പോൾ കുറച്ച് പോവാൻ ചാൻസ് ഉണ്ട്. അത് പ്രശ്നമില്ലാതെ പോയി കഴിഞ്ഞാലും നമുക്കൊന്ന് തുടച്ചെടുത്താൽ മതി. അപ്പോൾ അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ഒരു സെല്ലോ ടേപ്പ് വെച്ചിട്ട് നല്ലപോലെ സീൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇതിനകത്ത് എയർ ബബിൾസൊക്കെ പോയിട്ട് നമ്മുടെ പേസ്റ്റ് താഴെ ടിപ്പിൽ വരുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക കേട്ടോ. അപ്പോൾ ഇനി അവിടെ ടിപ്പിൽ വരാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ചെറിയൊരു പീസ് സെല്ലോ ടേപ്പ് എടുത്ത ശേഷം നമ്മൾ അവിടെ ആ ടിപ്പൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മളിത് സീൽ ചെയ്യുമ്പോൾ നല്ല പ്രഷറിലായിരിക്കും ഈ പേസ്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ അത് പുറത്തേക്ക് അധികം പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ആ ടിപ്പിൽ കൂടി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ടിപ്പൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കോണിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് സീൽ ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കൂടുതലായിട്ട് പുറത്തോട്ട് കിടക്കുന്ന ആ പോർഷനൊക്കെ ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കുക. മടക്കി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 2-3 മടക്കുമ്പോൾ തന്നെ കുറച്ചൊരു ടൈറ്റ് ആവും. ആ ടൈറ്റ് ആവുന്നിടം വരെ മടക്കിയ ശേഷം ഈ 2 സൈഡും നമുക്ക് ഇതേപോലെ ട്രയാങ്കിൾ ഷേപ്പിൽ ഉള്ളിലോട്ട് മടക്കുക. എന്നിട്ട് താഴോട്ട് ഇതേപോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ മടക്കി കൊടുക്കുക. നല്ല ടൈറ്റാക്കി പിടിക്കുക, കൈ അവിടുന്ന് എടുക്കരുത് ആ വിരൽ. എന്നിട്ട് നമുക്ക് കൈ എടുക്കാതെ തന്നെ നല്ല വലിച്ച് സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുക. നല്ല ടൈറ്റായിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ കോണിന് വൃത്തി ഉണ്ടാവില്ല. ഇനി നമ്മൾ സൈഡിൽ നിന്നും കൂടി ഒരു സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കണം. കുറച്ച് നീളത്തിൽ സെല്ലോ ടേപ്പ് എടുക്കണം കേട്ടോ. ഈ സൈഡൊക്കെ ഒട്ടിക്കുമ്പോൾ നന്നായിട്ട് വലിച്ചൊട്ടിക്കുക. ഇനി വലിച്ചൊട്ടിക്കുമ്പോൾ ഒരു സൈഡിൽ നിന്ന് വലിച്ചൊട്ടിക്കുമ്പോൾ മറ്റേ സൈഡ് നമ്മൾ ഒരു വിരലും കൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആകുമ്പോഴാണ് നല്ല വൃത്തിയിലിരിക്കുക. ഇപ്പോൾ കണ്ടില്ലേ, നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഒന്നും കൂടെ ഒന്ന് സെക്യൂർ ചെയ്യാൻ വേണ്ടി നമുക്കൊരു റൗണ്ടിലും കൂടി ഒരു സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം. ഇതൊട്ടും ലീക്കേജ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ സെല്ലോ ടേപ്പ് വെക്കുന്നത് കേട്ടോ.
അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി റിപ്പീറ്റായിട്ട് കാണുക കേട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഇനി നമ്മൾ ജസ്റ്റ് ഉണ്ടാക്കിയ ശേഷം നമ്മൾ എവിടെയെങ്കിലും ഈ കോണിന് ഇനി വേറെ എവിടെയെങ്കിലും ഓപ്പണിംഗ് ഉണ്ടോ എന്നൊക്കെ നോക്കുക. എന്നിട്ടുണ്ടെങ്കിൽ അവിടെയും കൂടെ ഒന്ന് സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുക. കണ്ടോ, അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കോൺ ഉണ്ടാക്കിയെടുത്തു. ഇനി നമുക്കിതിന് ലോഗോ ഒക്കെ ഒട്ടിക്കണം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കോൺസും ഇതേപോലെ ഒന്ന് സീൽ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ആദ്യം ചെയ്യുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷേ നിങ്ങൾക്ക് ചെയ്ത് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പം ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ആദ്യമേ ശരിയായില്ല എന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കേണ്ട, ഇട്ടിട്ട് പോവണ്ട. എല്ലാം പ്രാക്ടീസിലൂടെ നമുക്ക് ശരിയാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ബ്രാൻഡിൻ്റെ ലോഗോ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ലോഗോ ഒട്ടിക്കുമ്പോൾ നമ്മൾ ഇതേപോലെ കുറച്ച് കയറ്റിയിട്ട് വേണം ഒട്ടിച്ച് കൊടുക്കാൻ. ആ സെല്ലോ ടേപ്പൊക്കെ അധികം കാണാത്ത രീതിയിൽ നല്ല രീതിയിൽ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. കുറച്ച് മുകളിലോട്ട് കയറ്റിയിട്ട് നല്ല രീതിയിൽ ഒട്ടിച്ച് കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു ലോഗോ സ്റ്റിക്കേഴ്സ് എങ്ങനെയാണ് പ്രിൻ്റ് എടുക്കുന്നതെന്ന്. അപ്പോൾ നമ്മൾ വാട്ടർ പ്രൂഫായിട്ടുള്ള ലോഗോ സ്റ്റിക്കർ പ്രിൻ്റ് എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി. ലോഗോ ഡിസൈനിങ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നില്ല, കാരണം ഇപ്പോൾ സീസൺ ടൈം ആയതുകൊണ്ട്. അപ്പോൾ ഈദ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലോഗോ ഡിസൈനിങ്ങും ചെയ്തു തരും. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് വാട്ടർ പ്രൂഫായിട്ടുള്ള സ്റ്റിക്കേഴ്സാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഓർഗാനിക് കോൺസ് നമുക്ക് ഫ്രീസറിലാണ് വെക്കേണ്ടത്. അപ്പോൾ ഫ്രീസറിൽ വെക്കുമ്പോൾ വാട്ടർ പ്രൂഫ് അല്ല എന്നുണ്ടെങ്കിൽ ആ ലോഗോ ഇങ്ങ് ഇളകി പോരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വാട്ടർ പ്രൂഫ് സ്റ്റിക്കേഴ്സാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേ കണ്ടില്ലേ, നമ്മൾ നമ്മുടെ സ്വന്തം ബ്രാൻഡിൽ നമ്മളൊരു കോൺ ഉണ്ടാക്കി എടുത്തിരിക്കുകയാണ് അല്ലേ. ഒരു നമുക്ക് ആലോചിക്കുമ്പോൾ തന്നെ നമുക്കൊരു പ്രൗഡല്ലേ, നമ്മൾ തന്നെ ഉണ്ടാക്കി നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കി നമ്മുടെ ബ്രാൻഡിൽ ഒരു സാധനം ഉണ്ടാക്കി മാർക്കറ്റിൽ ഇറക്കാമെന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഏകദേശം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആവാത്തവർ 1-2 പ്രാവശ്യം ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ക്ലിയർ ആവും. ആദ്യമൊക്കെ ചെയ്യുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും, കുറച്ചല്ല നല്ല പോലെ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ അത് നിങ്ങൾക്ക് പ്രാക്ടീസിലൂടെ നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. കുറേ പ്രാവശ്യം ചിലപ്പോൾ ട്രൈ ചെയ്യേണ്ടി വരും, ഇടയ്ക്കിട്ടിട്ട് പോകാനൊക്കെ തോന്നും. നല്ല ക്ഷമ വേണം നമ്മളിത് ചെയ്യുമ്പോൾ, ആദ്യമൊക്കെ ചെയ്യുമ്പോൾ. പിന്നെ നമുക്ക് ആ ഒരു ഇഷ്ടം ഉണ്ടായി വരുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് ഇതിനോടുള്ളൊരു ഇൻട്രസ്റ്റ് മാത്രം മതി, ആർക്കും ഇത് പഠിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഈവൻ ഞാനൊക്കെ ഒരു 6 വർഷം മുന്നേ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമുക്ക് ഈ മെറ്റീരിയൽസൊന്നും എവിടെയാണ് കിട്ടുന്നതെന്ന് അറിയില്ല. അതേപോലെ നാട്ടിലും അല്ലായിരുന്നു. ഇവിടെ നമുക്ക് കടയിൽ ചെന്നാൽ ഈ സെല്ലോഫെയിൻ ഷീറ്റ് എന്താണെന്നോ ഈ ഇതെന്താണെന്നോ ഒന്നും അറിയില്ല. എന്നിട്ട് ഞാനൊക്കെ ആദ്യമൊക്കെ ട്രൈ ചെയ്തപ്പോൾ നമുക്ക് യൂട്യൂബിൽ ഒറ്റ വീഡിയോസ് പോലും ഇല്ലായിരുന്നു. എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ലായിരുന്നു. കടയിൽ ചെന്നിട്ട് സെല്ലോഫെയിൻ ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് മനസ്സിലാവില്ല, കാരണം ഇവിടെ കടകളിലൊന്നും ചെന്ന് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ആർക്കും അറിയില്ല. ഇവിടുത്തെ ലാംഗ്വേജ് പോർച്ചുഗീസാണ്. അപ്പം നമുക്ക് പോർച്ചുഗീസിൽ ഇതിൻ്റെ പേര് പറയാനും അറിയില്ല. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, പണ്ട് അതായത് ഫസ്റ്റൊക്കെ ട്രൈ ചെയ്തപ്പോഴാണ് കേട്ടോ, നമ്മുടെ ടേബിളിൻ്റെ ഷീറ്റില്ലേ, ഗ്ലാസ് ടേബിളിന് ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഷീറ്റിലൊരു കട്ടിയുള്ളത്, അതൊക്കെ മേടിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കി. അപ്പോഴൊന്നും ശരിയായിട്ടില്ല. അതേപോലെ തന്നെ നമ്മൾ ചോക്ലേറ്റ്സൊക്കെ പൊതിഞ്ഞ് വരുന്ന ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റില്ലേ, ഒരു പ്ലെയിൻ ആയിട്ടുള്ളത്, അത് വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കി, അതും ശരിയായില്ല. അങ്ങനെ ഞാൻ ഏകദേശം ശരിക്കും പറഞ്ഞാൽ ഒരു 50 പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്തു. പിന്നെയാണ് ഞാൻ ഈ സെല്ലോഫെയിൻ ഷീറ്റൊക്കെ കണ്ടുപിടിച്ചത് കടകളിൽ പോയിട്ട്. അങ്ങനെ ട്രൈ ചെയ്തു. പക്ഷേ ഇപ്പോഴൊക്കെ നമുക്ക് യൂട്യൂബിലൊക്കെ എത്ര ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോസ് ഉണ്ട്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണ് കിട്ടുന്നത്, അതേപോലെ തന്നെ എങ്ങനെയാണ് ഇത് റോൾ ചെയ്യുന്നത് എല്ലാം നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്കിത് ശരിയായില്ല എന്ന് പറഞ്ഞ് ഒട്ടും നിങ്ങൾ പേടിക്കണ്ട. എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ചെയ്യാൻ പറ്റും, അതെനിക്ക് ഉറപ്പാണ്. നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക, നമ്മുടെ മാക്സിമം ട്രൈ ചെയ്യുക, അതാണ് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നത്. അതേപോലെ തന്നെ നമുക്കിത് എന്തായാലും വിജയിപ്പിച്ചെടുത്തേ പറ്റുള്ളൂ, നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് നമ്മൾ വയ്ക്കുക. അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ഈ സാധനങ്ങൾ വാങ്ങിക്കുക, കോണൊക്കെ വാങ്ങിച്ച് ആൾക്കാർ നല്ല റിവ്യൂ പറയുന്നതൊക്കെ നമുക്ക് മൈൻഡിൽ ഇങ്ങനെ കാണുക. അപ്പോൾ നമുക്ക് കുറച്ചൊരു എനർജി കിട്ടും ഇതൊക്കെ ചെയ്യാനും. നമ്മൾ ഒരിക്കലും ഇതിട്ടിട്ട് പോവില്ല. അപ്പോൾ മാക്സിമം ആ ഒരു നല്ലൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റോടു കൂടി നമ്മളിതൊക്കെ ചെയ്യുക കേട്ടോ. എല്ലാം ശരിയാവും, നിങ്ങൾ ഒട്ടും ഗിവ് അപ്പ് ചെയ്യരുത്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ടൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ സീരീസിൻ്റെ. ഇത് നമ്മുടെ ബിഗിനേഴ്സ് ബിസിനസ് സ്റ്റാർട്ടപ്പ് സീരീസാണ്. അപ്പോൾ ബാക്കിയുള്ള പാർട്ടും കൂടെ നിങ്ങൾ കാണുക. നമ്മൾ ചാനലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പ്ലേലിസ്റ്റ് കാണാൻ പറ്റും, ബിഗിനേഴ്സ് സ്റ്റാർട്ടപ്പ് സീരീസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനകത്ത് ഓരോ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 അങ്ങനെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും എന്തൊക്കെ സ്റ്റെപ്സാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടതെന്ന്. അപ്പോൾ ഇനി നമുക്ക് ഈ സീരീസിലോട്ട് നമ്മൾ പുതിയ വീഡിയോസ് ആഡ് ചെയ്യും.
പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ബിഗിനേഴ്സ് കിറ്റോ അതേപോലെ വേറെ എന്തെങ്കിലും ഹെന്ന സപ്ലൈസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി. അപ്പോൾ അതുപോലെ തന്നെ ഒരു കാര്യം കൂടി, ഈ വീഡിയോയ്ക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ തന്നെ കമൻറ്റ് ഇടുക. അതാകുമ്പോൾ ഞാൻ ശ്രദ്ധിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ക്ലിയർ ചെയ്യാം. അതേപോലെ തന്നെ ഈ വാട്സപ്പ് നമ്പർ നമുക്ക് സെയിൽസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമേ ആണ്. അപ്പോൾ ഡൗട്ട്സ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോൻ്റെ താഴെ കമൻറ്റ് ഇടാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ടേക്ക് കെയർ, ബൈ.